അപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മുടെ സോയ ചങ്ക്സ് വലുതാട്ടോ അത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി ഒരു 3-4 തവണ പിഴിഞ്ഞ് കളഞ്ഞ് പച്ചവെള്ളത്തിലിടും. പിന്നെയും പിഴിയും. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഒരു സ്മെല്ലില്ല അത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണേ. എന്നിട്ട് നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കില്ലേ. അപ്പോൾ ദേ നമ്മുടെ എന്താ പറയുക കീമ ഇരിക്കണ പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കോൺഫ്ലവർ 2 സ്പൂണ്, പിന്നെ കുരുമുളക് പൊടി ചേർക്കൂട്ടെ ഞാൻ. പിന്നെ അതുപോലെ ചിക്കൻ്റെ മസാലയോ അതുപോലെ മീറ്റ് മസാലയോ ചേർക്കണം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ചെയ്തു, പിന്നെയാണ് ഞാൻ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തത്. പക്ഷേ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു മെയിൻ ഐറ്റം മറന്നുപോയി എന്നുള്ളത് കാര്യം ഓർത്തത്. വേറൊന്നുമല്ല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അതാണ് ഞാൻ ഏകദേശം ഒരു 1/2 സ്പൂണോളം ഇട്ടു കേട്ടോ. ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഈ അളവൊക്കെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി കൈ വെച്ച് മിക്സ് ചെയ്യുക. അപ്പോഴേക്കും ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തത് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ബോള് പോലെ എടുക്കണേ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുട്ടികൾ ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾ സ്കൂളിലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഇത് ചൂട്ടോട് കൂടി ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. സോസ് മുക്കി കൊടുത്താൽ പിന്നെ പറയും വേണ്ട, നല്ല ടേസ്റ്റിൽ അങ്ങോട്ട് കഴിക്കാൻ പറ്റും. അപ്പം ഞാനിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യണേ, ഡീപ്പ് ഫ്രൈ അല്ല. അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അധികം എണ്ണ കുടിക്കുന്നില്ല ഇത്. ഞാൻ ഒരുപാട് എണ്ണ കുടിക്കുന്നു വിചാരിച്ചു, പക്ഷെ അധികം എണ്ണ കുടിക്കുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തു കേട്ടോ. നല്ല ക്രിസ്പിയായി, നല്ല സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല മീറ്റ് മസാലയും ചിക്കൻ മസാലയും അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവറും കുരുമുളകിൻ്റെയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അപ്പം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. ഇപ്പോൾ വെജിറ്റേറിയൻകാർക്കും ഇത് ട്രൈ ചെയ്യാം, നോൺ വെജുകാർക്കും ട്രൈ ചെയ്യാം. കാരണം ഇത് നോൺ വെജ് അല്ല എന്ന് പറയില്ലേ കഴിക്കുമ്പോൾ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുത്തു കേട്ടോ. ഇത് കോൺഫ്ലവർ ചേർത്ത കാരണമെന്ന് തോന്നുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തു. പിന്നെ ആ ചൂട്ടോട് കൂടി തന്നെ സോസിൽ മുക്കി ഞാനൊരു കഴിക്കാൻ പോവാണിത്. കണ്ടോ എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂട്ടോട് കൂടി കഴിക്കുമ്പോൾ പിന്നെ പറയും വേണ്ട. സോയ ചങ്ക്സ് ആണെന്ന് പറയില്ലത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ ഐറ്റമാണ്.